ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളിത് രാവിലെ തന്നെ കുർബാനയ്ക്കൊക്കെ പോയി ഞാൻ തിരിച്ചെത്തി. അഞ്ചും സണ്ണിയും വീടും അവരൊക്കെ സ്കൂളൊക്കെ ഫ്രണ്ട് സൈഡിൽ കൂടെ റോട്ടിൽ കൂടെ ഒന്ന് കറങ്ങി കണ്ടിട്ടൊക്കെ വരാം, സ്കൂളിൻ്റെ ഫ്രണ്ട് സൈഡ് കാണണം എന്നൊക്കെ പറഞ്ഞ് അവർ ആ വഴിക്ക് വരാമെന്ന് പറഞ്ഞ് പോയേക്കണം. ഞാൻ മാത്രം വേഗം മറ്റുള്ളവരുടെ കൂടെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് വേറെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് വന്നു. എനിക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്ത് വീഡിയോ എടുത്തില്ലല്ലോ. അപ്പോൾ നമുക്കിനി കിച്ചണിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് കാണാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയും ചട്നിയാണ്. അപ്പോൾ ഇതാ ഇഡ്ഡലി ഒരു സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ സെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ബാറ്ററൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുന്നതിന് മുൻപ് തന്നെ ഫ്രിഡ്ജിൽ. ഇന്നലെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത്. ഇന്ന് രാവിലെ വന്നപ്പോഴേക്കും നിറഞ്ഞ് അടപ്പ് പൊന്തി തിരിച്ച് ഇങ്ങനെ പുറത്തേക്കൂടെയൊക്കെ ചാടിയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റ് വെച്ചായിരുന്നു, അതുകൊണ്ട് പിന്നെ പ്ലേറ്റിലേക്ക് അധികം വന്നില്ല. ഇതിപ്പോൾ ഞാൻ കോരി ഒഴിച്ചപ്പോൾ വീണതാണ്. അടപ്പ് ഇങ്ങനെ ജസ്റ്റ് പൊന്തി ഇത്രയും ഇങ്ങനെ ഇരുന്നായിരുന്നു. നല്ല പോലെ തന്നെ ഫെർമെൻറ്റേഷനായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല മാവ്. അപ്പോൾ അതുപോലെ തന്നെ ഇഡ്ഡലി ആയാലും ഞാൻ എന്താ കുത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചട്നി ഉണ്ടാക്കണം, ചായ ഉണ്ടാക്കണം. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ ഇന്നും അവരെ കൊണ്ടുപോയി കാണിക്കാനായിട്ട്. അവരുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ട ദിവസങ്ങൾ, സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ പോകുമല്ലോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഉള്ള ദിവസങ്ങൾ അവരെ മാക്സിമം ഹാപ്പി ആക്കാൻ നോക്കണം ഞങ്ങൾ. പിന്നെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ടൊക്കെ ആവും കാറ്റടിച്ചിട്ടൊക്കെ എനിക്ക് സ്വരമൊക്കെ ആകെ ഇങ്ങനെ പോയി ഇരിക്കാൻ ചെറുതായിട്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ശരിയാവുന്ന ആയിരിക്കാം, ഇത്തിരി ദിവസത്തെ കാര്യമല്ലേ. അപ്പൊ ഞാൻ ഇനി ബാക്കിയുള്ള ഇഡ്ഡലി കൂടി ഉണ്ടാക്കട്ടെ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമായി. ഇവിടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 കാസറോളിലായിട്ട് ഇഡ്ഡലി വെച്ചിട്ടുണ്ട്, അവിടെയും. പിന്നെ അതേ നമ്മുടെ തേങ്ങ ചമ്മന്തി, പിന്നെ ഇവിടെ ഇത്തിരി വട്ടയപ്പം ചൂടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ ചായ. അങ്ങനെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് പോരാ. സിമ്പിളോ? ആ, വേറെ ഇത് വിട്ട് ഇഡ്ഡലിക്ക് സാമ്പാറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നാ കഴിക്കാം നമുക്ക്. എന്നാ സ്റ്റാർട്ട്. അജു എനിക്ക് വാ. ഹലോ, എനിക്ക് വാ. ഓഫ്, എണ്ണൊക്കെ ഉണ്ടോ? ഓക്കെ. ഓ, യാത്ര ചെയ്തിട്ടാവും കാറ്റടിച്ചിട്ടൊക്കെ തൊണ്ട പോയിട്ട് ഒരു രക്ഷയില്ല, സ്വരം പോയി. അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം എല്ലാവരും വിശ്രമത്തിലായിരുന്നു. വിശ്രമമൊക്കെ കഴിഞ്ഞ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉറക്കം മതിയാവുന്നില്ല, ഉറങ്ങി തീരാനുള്ള ടൈം കിട്ടുന്നില്ല. ഞങ്ങൾ കിടക്കുമ്പോഴേക്ക് ലേറ്റ് ആവാണ്. രാവിലെ നേരത്തെ ഇതായിരുന്നു കുർബാനയ്ക്കൊക്കെ പോയി. കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഇത്തിരി നേരം ഉറങ്ങിയൊക്കെ എണീറ്റ് ഇപ്പോൾ 11:30 സമയം. ഞങ്ങളുടെ അടുത്തുള്ള സ്വാമി നാരായൺ ടെമ്പിൾ അവിടേക്ക് പോകണം. അത് ഇത്തിരി പേര് കേട്ട ഒരു ടെമ്പിളാണ്, ഫേമസ് ആണത്. നമ്മുടെ ഡൽഹിയിലുള്ള അക്ഷർധാം ടെമ്പിളിൻ്റെ അതേപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയേക്കുന്ന ടെമ്പിളാണ്. അപ്പം അത് ഇവിടുത്തെ സ്പെഷ്യൽ സ്ഥലമാണ്, ഒന്ന് പോയി കാണാൻ പറ്റിയ ഒരു ടെമ്പിളാണ്. അപ്പോൾ പേര് കേട്ടതായതുകൊണ്ട് ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടേക്ക് ഇറങ്ങാണ്. അവർ ഓൾറെഡി ഇതാ മുറ്റത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ കയറിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് സമയം കിട്ടണമെങ്കിൽ ഹോളിയുടെ ഷോപ്പിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഹോളിക്കുള്ള കളറ് കാര്യങ്ങളൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞ് സണ്ണി നിൽക്കുന്നുണ്ട് ഹോളി കളിക്കാനായിട്ട്. അപ്പോൾ അതിനൊക്കെ ടൈം കിട്ടുന്ന പോലെ തിരിച്ചു വന്നിട്ട് വേണം മാർക്കറ്റിൽ പോയി അതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങണം. നിങ്ങൾ ഇറങ്ങി പോണ്? ഞങ്ങള് ചപ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ ആരെ കാണാൻ പോണ്? സ്വാമി നാരായൺ. അവിടെ സ്വാമി നാരായണൻ എന്നല്ല, സ്വാമി നാരായണൻ ടെമ്പിൾ. പക്ഷെ അവിടെ കുറെ സ്വാമിമാരുണ്ട്, കുറെ സ്വാമിമാരുടെ സ്ഥലമാണ്. നമുക്ക് ചെല്ലുമ്പോ കാണാം. ഗേറ്റ് തുറക്കാം.
ഞങ്ങളെല്ലാവരും ഉറങ്ങിയിട്ട് ഇവരെല്ലാവരും കിടന്നുറങ്ങി. ഉറങ്ങി കയറിക്ക ഞാൻ അടച്ചോളാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടോ. അപ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയി, വെയിലും ചൂടൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി വരുന്ന ഒരു സമയം. എന്തായാലും ഇവർ വന്നത് നല്ലൊരു കാലാവസ്ഥയുടെ സമയത്താണ്, അധികം തണുപ്പില്ല അധികം ചൂടില്ലാത്ത സമയം. അതുകൊണ്ട് ഇങ്ങനെ കറക്കാനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോ. നല്ല ചൂടൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ കറങ്ങാൻ പോകാനൊന്നും പറ്റില്ല. പിന്നെ വല്ല ഈവനിങ് ടൈമിലൊക്കെ നമുക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിരുന്ന് എല്ലാവരും കൂടെ ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് തന്നെ പോവാണ്. അപ്പം നമുക്ക് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് നമുക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അത് തന്നെ കൊണ്ട് നമ്മൾ പാട്ടുകളിവിടെ ഒറിജിനൽ വോയിസ് അതുകൊണ്ട് പ്ലേ ചെയ്യാത്ത കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരുപാട് ട്രക്കുകളിൽ ഇങ്ങനെ കരിമ്പ് കൂട്ടിയിട്ടങ്ങനെ കണ്ടു. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഷുഗർ ഫാക്ടറി ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ കുറച്ച് ദൂരെ പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയായിരുന്നു ഷുഗർ ഫാക്ടറികൾ. 1-2 ഷുഗർ ഫാക്ടറി ആ ഏരിയയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്ന കരിമ്പാട്ടോ വണ്ടിയിൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോകാണോ? ഞാൻ പുറത്തു പോയിട്ട് ട്രെയിൻ വരുന്ന നോക്കിയിട്ട് വരാം. പുകക്കുഴലുണ്ടോ അവിടെ? പുക കൊണ്ടാണോ? ഷുഗർ കമ്പനി എവിടെയാ പറയില്ല. ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് റെയിൽവേ ക്രോസിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രെയിനും ആ സമയത്ത് പോകുന്നത് കാണാൻ പറ്റി. ഞങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ആടുകൾ കൂട്ടം കൂട്ടായിട്ട് പോകുന്നത് കണ്ടു കേട്ടോ. അപ്പൊ അതൊക്കെ ഇവിടെയുള്ള ഒരു സ്ഥിരം പതിവാണ്, ഞങ്ങൾ എപ്പോഴും കാണാറൊക്കെ ഉള്ളതാ. പക്ഷെ ഇവർക്ക് അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ ഇത്രയും ആടുകൾ ഒരുമിച്ച് പോകാന്നുള്ളത്. അപ്പൊ അവർക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവർക്ക് ഇറങ്ങി ഒന്ന് കാണുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി നമ്മൾ സൈഡിലേക്ക് ആക്കി കണ്ടിട്ടോ. അപ്പൊ ഇവരിതാ സൺഡേ ഇറങ്ങി ഇതാ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു വില്ലേജ് ഏരിയയിൽ കൂടെയാണ് ഈ ഒരു ചപ്പിയ എന്ന് പറയുന്ന ടെമ്പിൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കുറച്ച് ഏരിയ ഇങ്ങനെ വില്ലേജ് ഭാഗം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടേക്ക് അവർ കൊണ്ടുപോകുന്ന ആടുകൾ കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങി ഇതാ ഒരു വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ വണ്ടി തന്നെ ഇരിക്കായിരുന്നു. സണ്ണിയും വീടും മാത്രം ഇറങ്ങിപ്പോയി വീഡിയോ എടുക്കാനായിട്ട്. വീഡിയോ എടുത്തത് അവർ തിരിച്ച് കയറി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ നമുക്ക് റോഡിന്റെ 2 സൈഡിൽ നിന്ന് മരങ്ങൾ ഇങ്ങനെ റോഡിലേക്ക് വന്ന് ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സീനറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് UP-യിലൊന്നും ഇത്രയും ഒരു ഗ്രീനറി ഉള്ള ഒരു സ്ഥലം കിട്ടാനില്ല എന്ന് തന്നെ പറയാം. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മരങ്ങളുടെ ഒക്കെ ഉള്ളിക്കൂടെയുള്ള യാത്ര സൂപ്പർ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്വാമിനാരായൺ ടെമ്പിളിന്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണം. അപ്പൊ പാർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോയി ഇടണം. പിന്നെ ഇന്ന് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് അവര് 12 മണിയൊക്കെ ആയപ്പോഴേക്കും അമ്പലം അടച്ചു എന്ന് പറഞ്ഞത്. എന്നാലും നമ്മളവിടെ ചെന്ന് കുറച്ച് റിക്വസ്റ്റ് ഒക്കെ ചെയ്ത കാരണം കൊണ്ട് ഉള്ളിൽ പോയി കണ്ടോളാൻ പറഞ്ഞു. പക്ഷെ അമ്പലത്തിന്റെ ഉൾവശം നമുക്ക് ഉള്ളിലേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. അമ്പലത്തിന്റെ 4 വശത്തെ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ഗേറ്റ് തുറന്നു കിട്ടി. ഞങ്ങൾ ഇതാ ഉള്ളിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 പേരൊക്കെ ഉണ്ട് കാഴ്ചകളൊക്കെ കാണാൻ വന്നിരിക്കുന്നവര്. ബാക്കി എല്ലാവരും അവർക്കൊക്കെ അറിയായിരുന്നു തോന്നുന്നു അമ്പലം നേരത്തെ അടയ്ക്കുന്നു. അപ്പൊ അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്ന സമയത്ത്. ഞങ്ങൾ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൈം ലേറ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഇന്ന് ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് 12 മണി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒരു അടച്ചേക്കാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് പുറത്തേക്കോടേക്ക് ഒന്ന് നടന്ന് കാഴ്ചകൾ കാണണം. ഇവിടെയൊക്കെ ഇങ്ങനെ 2-3 ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെയൊക്കെ. ഇവിടെ ഡൽഹിയിലുള്ള അക്ഷർധാം ടെമ്പിളിൻ്റെ അതിൻ്റെ സെയിം മോഡലിൽ പണ്ടേക്കെന്താ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ
ഫ്രണ്ട് സൈഡ്. ഇത് മാർബിളിൽ പണിതേക്കുന്ന കേട്ടോ, മാർബിൾ. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കേണ്ട, കഴിഞ്ഞിട്ടില്ല. കുറേ ബിൽഡിങ്ങുകളുണ്ട് ഇവിടെ തൊട്ടടുത്തടുത്ത്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ വീണ്ടും അമ്പലത്തിൻ്റെ വേറെയും കുറച്ച് ഭാഗങ്ങൾ. എല്ലാം മാർബിൾ പണികളാണ്. രാത്രിയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഡോറൊക്കെ കണ്ടോ, ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഡോറുകൾ, പക്ഷെ വീതിയുണ്ട് കേട്ടോ, നല്ല വീതിയുണ്ട്. ഇവിടെയൊക്കെ അതാ മാർബിൾ കൊത്തുപണികളാണ്. പല പല ഡിസൈനായിട്ട് കൊത്തുപണികളാണ്. ഇവിടെ വേറെ വാതിൽ. ഇവിടെ നല്ല ഗ്രീനറി. ഇവിടുന്നൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ നല്ല വെയിലുള്ള സമയത്ത് ഞങ്ങളിവിടെ എത്തിയേക്കണം. ഇന്ന് 2 മണി തൊട്ട് ചന്ദ്രഗ്രഹണമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 12 മണി ആയപ്പോഴേക്കും അടച്ചു. എന്തായാലും പോയി നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോയി നോക്കാം. അതേ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് പോകണം. പല പല ശില്പങ്ങൾ കൊത്തുപണിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫ്ലോറായാലും എന്താ ഈ രീതിയിലൊക്കെ ഡിസൈൻ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. നല്ല ഫിനിഷിങ് വർക്കാട്ടോ, കാണാൻ രസമുണ്ട്. നമ്മൾ കാലൊക്കെ വയ്ക്കുമ്പോഴേക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യായിരുന്നു. ചുമരുകളായാലും നല്ല തണുപ്പാണ്, അതുപോലെ ഫ്ലോർ ആയാലും നല്ല തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ അമ്പലം അടച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നമുക്ക് പൂജ കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ പുറത്തുകൂടെയൊക്കെ നടന്ന് അങ്ങനെ ഫുൾ ടെമ്പിൾ നമ്മൾ കണ്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി. നല്ല ഭംഗിയുണ്ട്. 4 വശത്തൂടെ ഇങ്ങനെ കറങ്ങി കാണാനുള്ള ഓരോ വിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കുകൾ മുകളിലായാലും താഴെയായാലും കംപ്ലീറ്റ്ലി മാർബിൾ വർക്ക് കേട്ടോ. വൈറ്റ് മാർബിളാണ് എല്ലാവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പുറത്തേക്കൊന്ന് പോയി നോക്കാം നമുക്ക്. ഇപ്പൊ 2 എണ്ണം കണ്ടു, 4 എണ്ണം ഉണ്ടാവുമായിരിക്കും. ഇവിടെ 3ാമത്തെ വിങ്. ഇവിടെയൊക്കെ അതാ ബിൽഡിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, വലിയ ബിൽഡിങ്ങുകൾ പുറകില്. അതിങ്ങനെ നമുക്ക് 4 വശവും വട്ടം കറങ്ങി കാണാം കേട്ടോ. ഇത് 4ാമത്തെ, അതായത് ഇതിൻ്റെ 4 ചുറ്റും നമുക്കിങ്ങനെ ഇതേ രീതിയിൽ നടന്ന് കാഴ്ചകളൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ട്. നല്ല രസമായിട്ട് വളർന്നിട്ടുണ്ടാകും. തൂണുകളിലൊക്കെ ഫുൾ കൊത്തുപണിയാണ്. വൈറ്റ് മാർബിളോടുള്ള ഫുൾ കൊത്തുപണികളാണ്. നല്ല ഭംഗിയുണ്ട്. മൊത്തം അങ്ങനെ അങ്ങോട്ടേക്കുള്ള വിങ്ങ് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. തുടങ്ങി ഭയങ്കര കൂളായിട്ടുള്ളൊരു സ്ഥലം. ഒട്ടും ചൂടില്ല, നല്ല തണുപ്പ്. നമുക്ക് കാല് തറയിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യണം. അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൊത്തുപണികൾ കണ്ടോ, ആനയൊക്കെ എന്ത് ഭംഗിയായിട്ടിരിക്കുന്നത്. സ്വാമി നാരായൺ ടെമ്പിൾ. അടിപൊളി കൊത്തുവർക്കുകളാട്ടോ ഇവിടെ. ഈ സ്ഥലത്തിൻ്റെ പേര് ചപ്പിയ. സ്വാമി നാരായൺ ടെമ്പിൾ ചപ്പിയ. അവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതിൻ്റെ വേറൊരു ഭാഗമാണ് അവിടെ. ഇവരിപ്പോൾ ഇവിടെ പുതുക്കി പണിയെന്താണെന്ന് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അടച്ചേക്കണം. അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉൾവശമൊന്നും കാണാൻ പറ്റില്ല, അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. ഇവിടെയും ഗേറ്റൊക്കെ അവർ പൂട്ടിയേക്കാണ്, അതുകൊണ്ട് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റില്ല. പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു കിടക്കാം. ഞങ്ങളപ്പോൾ അതേ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കണം കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയാണ് കാഴ്ചകൾ ഇങ്ങനെ കാണാനായിട്ട്. 4 ദിവസത്തേക്കൂടെ നമുക്കിങ്ങനെ ചുറ്റിക്കറങ്ങി കാഴ്ചകൾ കാണാം. മുകളിൽ ഫുൾ വർക്ക്, ചുമരായാലും തൂണായാലും അതുപോലെ ഇരിക്കാനുള്ളതാ ചെറിയ എന്താ പറയുക തിണ്ണ പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലാം കംപ്ലീറ്റ്ലി വൈറ്റ് മാർബിളിൻ്റെ വർക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഏറ്റവും രസം നല്ല കൂളായിട്ടുള്ളൊരു സ്ഥലം. വേറെ ആൾക്കാരൊക്കെ വന്ന് പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞങ്ങളങ്ങനെ അതേ സ്വാമി നാരായൺ ടെമ്പിൾ ചപ്പിയ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ടെമ്പിളിൽ നമുക്കിതാ ഒരു ഏരിയ ഉണ്ട് അത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇങ്ങനെ നടന്ന് കാണാം.
നല്ല അടിപൊളി ടെമ്പിളാണ്. ഉൾവശം മാത്രം നമുക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ളൂ. സൂപ്പറായിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് കൊത്തുപണികളും കാണുമ്പോൾ ഓരോ ഭംഗിയാണ്. ഒന്നുപോലെയല്ല ഒന്ന് കണ്ടോ. അവിടെയൊക്കെ എന്ത് രസമാണ്. അത് ഫുൾ മാർബിൾ വർക്ക്. എന്തായാലും കൊള്ളാം, അടിപൊളി. അപ്പോൾ സണ്ണിയും വീടും വന്നുകൊണ്ട് അവരെയും കൂട്ടി ഒന്ന് ഇവിടെയുള്ള അടുത്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വരെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതാണ്. ഞങ്ങൾ ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളിതൊന്നും കാണാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ടെമ്പിൾ ഉണ്ട്, നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എന്നാൽ ഒന്ന് കാണാമെന്നും പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അവർ വന്നപ്പോൾ ഞങ്ങൾക്കും കൂടെ അങ്ങനെ ഒരു ചാൻസ് കിട്ടി കാണാനായിട്ട്. അങ്ങനെ ഒരുമിച്ച് വന്നതേ കണ്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകണം. നല്ല വെയിലുള്ള സമയത്ത് ഞങ്ങൾ വന്നേക്കണേ. അതുകൊണ്ട് നമുക്ക് പുറത്തൊന്നും അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിലേക്ക് കിടന്ന് നല്ല തണുപ്പും വെയിലും ഇല്ലാത്ത അവസ്ഥ, നല്ല സുഖമുണ്ട്. പക്ഷേങ്കിൽ പുറത്തൊരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. ഇവിടെ ചേച്ചി പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിൻ്റെ 4 ചുറ്റും പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു. കറങ്ങി കണ്ടും മടുത്തു ഓരോക്കെ. നിങ്ങൾ മടുത്തോ? മടുത്തോ? നല്ല തണുപ്പ് അല്ലേ? നല്ല സുഖം ഇരിക്കാൻ. വെയിലുള്ള സ്ഥലമായിട്ട് പോലും കൊത്തുപണികളൊക്കെ ഉണ്ടല്ലേ. എല്ലാ സ്റ്റാച്ചുകളും എന്താ പറയുക, എല്ലാ പ്രതിമകളും ഒക്കെ ഡിഫറെൻറ്റാണ്. ഒരെണ്ണം പോലും സെയിം ഉള്ളതില്ല. കുറെ ദേവികളും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഹിസ്റ്ററികളൊക്കെ ഉള്ളിലൊളിഞ്ഞ് കിടക്കുന്നുണ്ടോ? ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ലേ. നിങ്ങൾ കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നതാ. ചേട്ടനും കറങ്ങി നടക്കായിരുന്നു മോനോട്. മനസ്സിലാവില്ല. രാത്രി നല്ല ഭംഗിയുണ്ടാവും. ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നല്ല ഭംഗിയുണ്ടാവും രാത്രിയിൽ. അതന്നെ, അടുത്ത വർഷം പോരെ, അല്ലെങ്കിൽ പണി കഴിയുമ്പോൾ ഞങ്ങൾ അറിയിക്കാം. ആ ലൈറ്റ് നല്ല ഭംഗിയുണ്ട്. വലിയ വലിയ ലൈറ്റുകൾ ആണോ? അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് ഇറങ്ങാണ്. ഇവരെയും കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. കുറുക്ക് മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവാം. വെയിലത്ത് ഇത്തിരി നേരം വന്നേപ്പിക്കും തന്നെ കരിഞ്ഞു. എൻ്റെ ചെരുപ്പ് എവിടെയാണോ നോക്കട്ടെ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ. ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. 2 പാർട്ടായിട്ട്, ഒരു പാർട്ട് ഇവിടെയും അതുപോലെ തന്നെ ഒരു പാർട്ട് അപ്പുറത്തും അങ്ങേ സൈഡിലും. അപ്പോൾ നമ്മൾ അവിടത്തേലെ പോയത്. ഇപ്പോൾ തിരിച്ചു പോവാം. ഇവിടെ നിറച്ച് ജോലിക്കാരാ. അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു തേച്ച് മിനുക്കി റെഡിയാക്കണം കേട്ടോ. എന്തൊക്കെയാ ഡൗട്ടുകൾ ചോദിച്ചു? എന്താ ഡൗട്ട് ചോദിക്കാൻ പോയേ? ആ രൂപങ്ങളില്ലേ, അത് വേറെ വേറെ പീസാണ്. അത് ഒട്ടിക്കുന്നത് അതിലേക്ക് ആണോ? എന്തായാലും കൊള്ളാം. ഒന്നും അറിയണ പോലില്ല. കൊത്തുപണികളൊക്കെ സൂപ്പറായിട്ടുണ്ട്. മാവല്ല വേറെന്തോ പറയണത്. എന്ത് പറയണോ? നല്ല രസമുണ്ട്. ഇങ്ങനെ പച്ചപ്പും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. ഞങ്ങളങ്ങനെ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാ തിരിച്ചു പോകണം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് വീണ്ടും തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് തന്നെയാണ്. അപ്പോൾ ബസ്സിൽ ചെന്നിട്ട് നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ്. ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഹോളി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.